ഒരു ഹെഡ്സെറ്റും ഒരു ട്രിമ്മറുമാണ്. ഇത് വേറെ ആരെയല്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ്. അവൻ ആക്സിഡൻ്റായിട്ട് വീട്ടിൽ ഇരിക്കുകയാണ്. എല്ലാം അവൻ തന്നെ പണിയാൻ നോക്കിയേനെ. അങ്ങനെ നമ്മളത് ഷോപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ വല്ലപ്പോഴും മാത്രം ഓണാവും, അതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പം നമ്മളിത് കാണുമ്പോൾ വിചാരിക്കും മറ്റേ 100 രൂപയ്ക്ക് കിട്ടുന്ന ട്രിമ്മർ ആയിരിക്കും. അതല്ല, ഇത് അതിനേക്കാൾ ഇച്ചിരി കൂടിയതാണ്. എന്നാൽ ഇത് ഒറിജിനലും അല്ല. ഇതിൻ്റെ ബോഡി മെറ്റലാണ്. പിന്നെ ഈ സാധനം നമുക്ക് അഴിക്കുമ്പോൾ അറിയാൻ പറ്റും മറ്റേപോലെ ആണോ ഇല്ലയോ എന്ന്. എന്തായാലും അത് ഒരെണ്ണം അഴിച്ചതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ താഴെ ഇട്ടേക്കാം. അപ്പോൾ ഹെഡ്സെറ്റ് വന്നു. ഹെഡ്സെറ്റിൻ്റെ കാര്യം അറിയാമല്ലോ, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ചടങ്ങാണ്. അതുകൊണ്ട് നമ്മളത് പിന്നത്തേക്ക് മാറ്റി വെച്ചു. ഈ ട്രിമ്മറും നമ്മൾ 100 രൂപയ്ക്ക് മേടിക്കണം. ട്രിമ്മറും ഒരേപോലെയൊക്കെ തന്നെയാണ് അഴിക്കുന്നത്. ഇതിൻ്റെ ബോഡി മെറ്റലും മറ്റോ പ്ലാസ്റ്റിക്കാന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതിനിച്ചിരി ബലം കൊടുത്താലും വലിയ പ്രശ്നമൊന്നുമില്ല. അഴിക്കാൻ നേരം മറ്റാകുമ്പോൾ പൊട്ടിപ്പോവും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് വശം അഴിക്കുമ്പോൾ ഇച്ചിരി വെയിറ്റുള്ള ഒരു സാധനമാണ് നമുക്ക് കിട്ടുന്നത്. 2 സ്ക്രൂവിലാണ് നിൽക്കുന്നത്. ഏകദേശം വർക്കിങ്ങും മെക്കാനിസം ഒക്കെ സെയിം ആണ്. അതുപോലെ തന്നെയാണ് 100 ട്രിമ്മറിൻ്റെ അതുപോലെ തന്നെയാണ്. അത് പ്ലാസ്റ്റിക് ബിൽഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് വശം നോക്കുമ്പോൾ ഈ മോട്ടർ ഇരിക്കുന്ന ഭാഗം അഴിക്കണമെങ്കിൽ ഈ ബ്ലാക്ക് കളറുള്ള സാധനം ഊരി മാറ്റണം. അത് ഒരു കാരണവശാലും വലിച്ചാൽ വരികയില്ല. ഇതുപോലെ തിരിച്ച് ഊരേണ്ടി വരും. അതിന് ചെറിയ ത്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മോട്ടർ നോക്കിക്കഴിഞ്ഞാൽ മോട്ടറിൻ്റെ ലൈൻ നമുക്ക് ഇതുപോലെ സ്പ്രിങ്ങിലാണ് വെച്ചേക്കുന്നത്. നമ്മുടെ ടോർച്ചിൻ്റെ ഒരു സെറ്റപ്പിലാണ്. മറ്റോ ബോഡി എർത്താണ്. അപ്പോൾ ബോഡി എർത്തയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ചാർജിങ് മോഡ്യൂളാണ് ഈ കാണുന്നത്. ഈ സെയിം ബോർഡ് തന്നെയാണ് മറ്റേ 100 ട്രിമ്മറിലും വെച്ചേക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഏകദേശം ഒരു തട്ടിക്കൂട്ടിയ സെറ്റപ്പ് തന്നെയാണ്. മറ്റേ ട്രിമ്മർ ഇവർ തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു വയർ വിട്ട് കിടക്കുവാണ്. ഇതിൻ്റെ നെഗറ്റീവ് വയർ അത് നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കണം. ഇത് സോൾഡർ ചെയ്താൽ ചിലപ്പോൾ വർക്ക് ചെയ്യുമായിരിക്കും. അങ്ങനെ നമ്മൾ സോൾഡർ ചെയ്ത് നോക്കിയ സമയത്ത് ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തുന്നുണ്ട്. ഇനിയിപ്പോൾ മോട്ടർ വെച്ചാൽ ഇത് പക്കായിട്ട് വർക്ക് ചെയ്തോളൂ. എന്തായാലും നമ്മൾ ടേപ്പൊക്കെ ഒട്ടിച്ച് സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മോട്ടർ നോക്കുമ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് ലൈൻ ഇതുപോലെ സ്പ്രിങ്ങിലാണ് വെച്ചേക്കുന്നത്. നെഗറ്റീവ് നേരെ ബോഡിയിലോട്ടാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോഡി എർത്ത് എന്ന് പറഞ്ഞാൽ ഈ മോട്ടറിൻ്റെ ബോഡിയും ആ ട്രിമ്മറിൻ്റെ ബോഡിയും തമ്മിൽ ടച്ച് ആയെങ്കിൽ അത് വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്മൾ ലെഡൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ബ്ലേഡും കാര്യങ്ങളെല്ലാം പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ അടച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഈ സാധനം പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യും. പിന്നെ ഇതിനകത്ത് പോകാനെന്ന് പറഞ്ഞാൽ ബാറ്ററിയുള്ളൂ പോകാനുള്ളൂ. അതെന്തെങ്കിലുമൊക്കെ മാറിയിട്ട് കഴിഞ്ഞാൽ ഇത് ഇനിയും ഓടിക്കുള്ളൂ. പിന്നെ അതിൻ്റെ മൂർച്ചയും കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും 100 രൂപയ്ക്കും കിട്ടുന്ന ഈ സെയിം സാധനം തന്നെയാണ്. വീഡിയോ താഴെ ഇട്ടിട്ടുണ്ട്.